പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷ്യം ഇങ്ങനെ നിന്ന് പെയ്യുന്ന ഒരിടമാണ്. സ്വർഗം അതിൻ്റെ എല്ലാവിധ വാത്സല്യങ്ങളും ചൊരിയുന്ന അൾത്താറയാണ്. അതുകൊണ്ടാണല്ലേ അമ്മ അൾത്താറയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കാൽനൂറ്റാണ്ട് കാലത്തിൽ കൂടുതലുള്ള ഉപവാസമുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. 87 മുതലുള്ള ഈടുവെപ്പാണ് കൃപാസനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ളത്. അതിൻ്റെ ഭാഗമായി വരുന്ന കേരള സഭയെയും ലോകത്തെയും ഓരോരോ കാലത്ത് ദൈവം ഓരോരോ ശക്തീകരണ ശുശ്രൂഷ നൽകി വെളിപ്പെടുത്തി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക. അതിന് നമ്മൾക്ക് ദൈവത്തോട് നന്ദി ഉണ്ടാകണം. ഇപ്പോൾ ഉടമ്പടി തന്നെ, ഉടമ്പടി പ്രാർത്ഥന ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചത് മരിയൻ വെയ്റ്റിങ്ങിനെ കുറിച്ചാണ്. ആ മരിയൻ വെയ്റ്റിങ്ങിൻ്റെ സന്ദേശം വന്നത് കഴിഞ്ഞ ദിവസത്തിലുള്ള മരിയൻ കൃപാഭിഷേക ധ്യാനമുണ്ടായിരുന്നു. ആ ധ്യാനത്തിൻ്റെ അരുവിയിൽ നിന്നാണ് മരിയൻ വെയ്റ്റിംഗ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഉടമ്പടിയിലുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഉടമ്പടിയുടെ ഒരു സാക്ഷ്യത്തിൻ്റെ നേച്ചർ അനുസരിച്ച് ഓൾമോസ്റ്റ് ഓൾ തിങ് ഒരു മനുഷ്യന് ഈ കാലങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ ജീവിത ഭൗതിക പ്രതിസന്ധിക്കും ആധ്യാത്മിക മുന്നേറ്റത്തിനും ഉടമ്പടി ഒരു വലിയ ദൈവ പദ്ധതിയാണ്. അപ്പം അതിൻ്റെ ആ പദ്ധതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില വിഷയങ്ങളിലെ ചില കാര്യങ്ങളിലെ ഒരു ലാഗിങ് ഞാൻ കണ്ടുവരുന്നുണ്ട്. ചില വിഷയങ്ങൾ ലാഗിങ് എന്ന് വെച്ചാൽ ചെറിയ കാലതാമസം കണ്ടുവരുന്നുണ്ട്. ചില സമയത്ത് വിസ പ്രോസസ്സിങ്ങിലാകും. ചിലപ്പോൾ നിങ്ങൾ വിസ അപ്ലൈ ചെയ്തിരിക്കുന്ന വിഷയങ്ങളിൽ ചില കൺട്രി മോശമായിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോഴങ്ങനെ അതിനുശേഷം നിങ്ങൾ ഉടമ്പടി എടുക്കും. ഒരു പക്ഷേ നിങ്ങൾ ആ കൺട്രിയിൽ പോയാൽ സ്വാഭാവികമായിട്ട് 3 മാസത്തിന് അവിടുത്തെ ലോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാലതാമസം ചില വിഷയങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇന്നത്തെ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ കാലതാമസം അക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രാർത്ഥനയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റുമാറിയെന്ന് പറയണത്. ഇവർ ഡേറ്റ് പറഞ്ഞല്ലേ സാക്ഷ്യം പറയണത്. 45 കൊല്ലമായിട്ട് സഹോദരനുമായിട്ട് ഭിന്നിച്ചിരുന്ന ഡേറ്റ് അവർ പറയും. 45 വർഷമേ. ഇപ്പോൾ 70 വർഷമുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് പോകണം. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ആത്മാവിൻ്റെ കടങ്ങളെ പരിഹരിക്കുകയാണ്. സഹോദരനുമായിട്ട് രമ്യതയിലെത്താൻ കഴിഞ്ഞത് നിസ്സാര കാര്യമല്ല. നമ്മൾ ഈ ലോകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് രമ്യപ്പെടാൻ പറ്റുമോ? ഇല്ല. ആത്മാവിൻ്റെ കടങ്ങളെ പരിഹരിക്കണം. ശാരീരികമായ കടങ്ങൾ നമുക്കറിയാം പണമാണ്. പക്ഷെ ആത്മാവിൻ്റെ കടങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കടങ്ങളാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ കടങ്ങൾ നമ്മൾക്ക് ദൈവത്തോടും ഉണ്ടാവും കടങ്ങൾ, മനുഷ്യരോടും ഉണ്ടാവും കടങ്ങൾ. ഉടമ്പടി കാലത്ത് ഈ കടങ്ങളെ നമ്മൾ പരിഹരിക്കണം. വളരെ ബോധപൂർവ്വം ഇരുന്നുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്വം ദൈവത്തോടുമുണ്ട്, മനുഷ്യരോടുമുണ്ട്, അല്ലേ? അപ്പോൾ അതിന് രണ്ടിനെയും ഉടമ്പടി കടങ്ങളും തന്നെയാണ് പറയണത്. വേദപാഠ പുസ്തകത്തിൽ പാപങ്ങളും കടങ്ങളും എന്നാണ് പറയണത്. ഇപ്പം ഞായറാഴ്ച ഒമിഷൻ വന്ന, സൺഡേ ഒമിഷൻ വന്ന അത് കടമായിട്ടാണ് പറയണത്. പക്ഷേ അതേസമയം തന്നെ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ആത്മീയ കടങ്ങളായി വരും. ഇപ്പോൾ ഈ സഹോദരനോടുള്ള, ഇപ്പോൾ ഞായറാഴ്ച കുർബാന മുടക്കുക, അല്ലെങ്കിൽ റോസറി സാക്ഷ്യം പറഞ്ഞ പോലെ 8 കൊല്ലമായി കുമ്പസാരിച്ചിട്ടെന്ന് ഇപ്പോഴമ്മ ഉടമ്പടി ചെയ്തെടുത്തപ്പോൾ പാപസങ്കീർത്തനത്തിനുള്ള അനുരഞ്ജനത്തിനുള്ള അനുവാദം കൊടുത്ത് അനുഗ്രഹിക്കണില്ലേ? അവർക്ക് നിന്ന് സാക്ഷ്യം പറയണ കേട്ടില്ലേ? പക്ഷേ അതേസമയം തന്നെ ദൈവത്തോടുള്ള ബാധ്യതകളുണ്ട്. നമുക്ക് ഉത്തരവാദിത്വം ആരോടാണ്? നമ്മുടെ സഹോദരങ്ങളോടുണ്ട്. അതായത് സഹജീവികളോടും പ്രപഞ്ചത്തോടും പ്രകൃതിയോടുമെല്ലാം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവിക ഉത്തരവാദിത്വത്തിന് പ്രാധാന്യം വരുമ്പോൾ
സ്വാഭാവികമായിട്ടും ഉടമ്പടിയിലെ ചില വിഷയങ്ങൾ ലാഗ് ചെയ്യണത് കാണാം. അപ്പം മക്കളത് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ആന്തരികമായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണം. വാട്ട് ഹാപ്പൻ ടു മീ? എന്തുകൊണ്ടാണ് ചില വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ വളരെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കിരുന്ന സംഭവം തെന്നിപ്പോണം കണ്ടിട്ടില്ലേ? അപ്പോഴേ എന്തുകൊണ്ടാണ് ഇങ്ങനെ തെന്നേണ്ട കാര്യമില്ല, കൈവിട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി താമസം ഇവിടെ വരണമെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ ദൈവിക ഉത്തരവാദിത്വം എന്തെങ്കിലും അരിയറുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. ദൈവിക ഉത്തരവാദിത്വമില്ലേ? ഇപ്പം തന്നെ അമ്മ തന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്തത്? കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈശോനെ കാണാൻ, ഇല്ലേ? അതാണ് മരിയൻ വെയിറ്റിംഗ് എന്ന് പറയണത്. ഉടമ്പടിയിൽ മരിയൻ വെയിറ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഉടമ്പടിയിലും മരിയൻ വെയിറ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട്. അമ്മയ്ക്ക് പോലും ഈശോനെ കാണാൻ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സത്യമായൊരു കാര്യമാണ്, അല്ലേ? അവസാനം അപ്പോസ്തലന്മാർക്ക് വന്ന് റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. നിൻ്റെ അമ്മയും സഹോദരന്മാരും, കസിൻസാണ്, നിന്നെ കാണാൻ കാത്തു നിൽക്കുന്നു, നിന്നെ അന്വേഷിച്ച് കാത്തു നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അതാണ് മരിയൻ വെയിറ്റിംഗ് എന്ന് പറയണത്. യേശുവിനെ കാണാൻ, അതാണ് ലൂക്കാ 8:20 മരിയൻ വെയിറ്റിംഗ്. ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ ഈ ലൂക്കാ 8:20 ചില വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ കടന്നു പോകുന്നൊരു കാലാവസ്ഥ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ചില വിഷയങ്ങൾക്കേ ഉള്ളൂ, എല്ലാ വിഷയങ്ങൾക്കുമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊരു മരിയൻ വെയിറ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ വിശ്വാസത്തോടെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അമ്മയ്ക്ക് പോലും ഈശോനെ കാണണമെങ്കിൽ കാത്തു നിൽക്കേണ്ട ചില അവസ്ഥകൾ ബൈബിളിലുണ്ട്. അതാണ് ലൂക്കാ 8:20. പക്ഷേ ഈശോ അതിനൊരു മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ അമ്മ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും. അത് ആ വിഷയത്തിൽ ഓർത്ത് ടെൻഷൻ അടിക്കരുതെന്ന് അമ്മയോട് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തെ കാത്തു നിൽക്കുന്നതിൽ ചില സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ വൈകുമ്പോൾ അതിന് കാത്തു നിൽക്കുന്നതിൽ ടെൻഷൻ അടിക്കരുതെന്ന് നമ്മളോട് ഈശോ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞത്? അമ്മയോട് പറയണത് ആരോട് പറയണതാ? നമ്മളോട് പറയണതാ. ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ, ഇതാ നിൻ്റെ മകനെന്ന് പറയുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ആരോട് പറഞ്ഞിട്ടുള്ളതാണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എക്സ്പ്ലിറ്റ്, സെൽഫ് എവിഡൻ്റ് ആണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ അമ്മയോട് എപ്പോഴാണ് പറഞ്ഞത്? അമ്മേ, ചില കാര്യങ്ങൾക്ക് ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് ഇറ്റ്സ് നേച്ചർ, അതാ എൻ്റെ സ്വഭാവം അതാണ് എന്ന് ഈശോ അമ്മയോട് എപ്പോഴാണ് പറഞ്ഞത്? ഇല്ല. അമ്മയോട് പറഞ്ഞത് ഈ അമ്മയും അപ്പനും കൂടി പ്രവേശമായിട്ട് ഈശോനെ കാണാണ്ട് പോയപ്പോൾ തിരിച്ചു പോയില്ലേ? അത് ദേവാലയത്തിൽ എത്തിയപ്പോഴാണ് ഈശോനെ കണ്ടു കിട്ടിയപ്പോൾ ആണ് അമ്മ ചോദിക്കണത്, ജീസസ് വാട്ട് യു ഹാവ് ഡൺ ടു മീ? നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും. നമുക്കും ദൈവത്തോട് ചോദിക്കാവേ, എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ഈശോനോട് ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈശോ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമുക്ക് വേദന ഉള്ളപ്പോൾ വി മസ്റ്റ് ആസ്ക്, നമ്മൾ ചോദിക്കണം, എന്താ എന്നോടിങ്ങനെ ചെയ്തത്? നമുക്ക് ഈശോനോട് ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ആരോട് ചോദിക്കാൻ പറ്റും നമുക്ക്? കാര്യം അവനാണല്ലോ നമുക്ക് വേണ്ടി എല്ലാം ചെലവഴിച്ചത്, അല്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ ഈശോയ്ക്ക് പിടി കൊടുക്കരുത്. എന്താ പിടി കൊടുക്കണമെന്ന് വെച്ചാൽ, പിടി കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം താമസിച്ച് പോകുമ്പോൾ നമ്മളുടനെ ഉടമ്പടി പ്രാർത്ഥന ഉഴപ്പുകയോ താമസിച്ച് എഴുന്നേറ്റിട്ട് ആ പ്രാർത്ഥന ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇത്തിരി പ്രോബ്ലമാണ്. കാര്യം ഇത് ഉടമ്പടിയാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഉടമ്പടിയിൽ പ്രാർത്ഥന താമസിച്ചു? അതിന് താമസിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ആ എന്തൂസിയാസം, ഉണർവ് എവിടെയോ വെച്ച് എന്തോ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടെന്നതിൻ്റെ അർത്ഥം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താ? എൻതേയോസ്. ഗ്രീഷുകാരൻ്റെ ചില വാക്കൊക്കെ നല്ല രസമാണ്. എൻതേയോസ് ഗ്രീക്ക. തെയോസ് മീൻസ് ഗോഡ്, എൻ മീൻസ് ഇൻ. ആ പ്രിപ്പോസിഷൻ വെച്ചാണ് ആ വാക്കുണ്ടാക്കിയിരിക്കുന്നത്. എൻതേയോസ്, ദൈവം ഉള്ളിൽ ഉള്ളപ്പോഴുണ്ടാകുന്ന ഉണർവാണ് എന്തൂസിയാസം. അല്ലാതെ സ്മോൾ അടിക്കുമ്പോൾ ഉണ്ടാകണമല്ല. അത് പിന്നെ സ്മോൾ അടിച്ച് കഴിയുമ്പോൾ പിന്നെ ഹോട്ട് അടിച്ച് പിന്നെ കൂളായി, പിന്നെ അടിച്ച് ഹോട്ടാക്കി, പിന്നെ അത് കൂളായി. പക്ഷെ ദൈവത്തിൻ്റെ അങ്ങനെ കൂളാകത്തില്ല. ദൈവം നമുക്ക് നൽകുന്ന ഉണർവ് കൂളാകാതിരിക്കാൻ ആത്മാവിൻ്റെ pH കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ വെള്ളത്തിന് pH ഇല്ലേ? പൊട്ടൻഷ്യൽസ് ഓഫ് ഹൈഡ്രജൻ പോയിൻ്റ് ഉണ്ട് അതിന്. അതുപോലെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലെ വസിക്കുന്നതിനും ഒരു pH ഒക്കെ ഉണ്ട്. പൗലോസ് പറയാം, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചെവിറ്റിക്കരുത്, നിർവീര്യമാക്കരുത് എന്ന് പറയും. ചെവിറ്റിക്കരുതെന്ന് പറയുന്നത് എന്താണ്? ചില മത്സ്യങ്ങൾ ഇങ്ങനെ മുകളിൽ വന്നിട്ട് വെള്ളം കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ മലന്ന് വരും. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചെവിറ്റിക്കരുത്, എന്നിട്ട് നിർവീര്യം ആക്കരുത്. ആത്മാവിൻ്റെ pH കറക്റ്റ് ചെയ്യാനാണ് പറയണത്. 1 തെസ്സലോനിക്കർ 5:19 ഏറ്റു പറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത്. ശ്രുതികട ഹല്ലേലൂയ. ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവേ, നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് താമസിച്ചെഴുന്നേക്കുന്നത്. ഉപവാസം മുടക്കും, ചിലപ്പോൾ ദാനധർമ്മം മുടക്കും, രോഗി പരിപാലനം മുടക്കും, ഉപഭോഗ പ്രാർത്ഥന മുടക്കും. ഇങ്ങനെ ഉടമ്പടിയുടെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ മുടങ്ങി വരും. പരിശുദ്ധാത്മാവ് ചുറ്റി പോണതാണ്. പരിശുദ്ധാത്മാവ് നിർവീര്യമാകുന്നതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവ് നിർവീര്യമാകാതിരിക്കാൻ വേണ്ടി pH കറക്റ്റ് ചെയ്യണം. ആത്മാവിൻ്റെ നമ്മളുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ നേച്ചറില്ലേ, ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ. നമുക്കറിയാം കൃപ എന്നാണ് പറയണത്. കൃപ എങ്ങനെയാണ്? അതിൻ്റെ ദൈവശാസ്ത്രം, കൃപ ബിൽട്ട് അപ്പോൺ നേച്ചർ. ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് കൃപ വർക്കൗട്ട് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ മുൻകോപം മാറിയെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാൻ അകത്തിരുന്ന് സന്തോഷിക്കുകയായിരുന്നു. എന്താ കാര്യം? മുൻകോപം എന്ന് പറഞ്ഞാൽ സ്നേഹരാഹിത്യമാണ്. കോപം വരണം എന്താണ്? കോപം എങ്ങനെ വരണതാ? കോപം അത്ര നിസ്സാര കാര്യമല്ല, വലിയ സീരിയസ് വിഷയമാണ്. അപ്പോഴീ ആത്മാവിൻ്റെ pH കയറിപ്പോവും. എന്താ കാര്യം? പൗലോസ് അപ്പോസ്തലൻ എന്നാ പറഞ്ഞത്? 1 കൊറിന്ത്യൻസ് 13:4 സ്നേഹം കോപിക്കുന്നില്ല, അല്ലേ? 13:7 സ്നേഹം ഓരോ പ്രശ്നം. ആ സ്നേഹത്തിൻ്റെ കണ്ടൻറ്റ് എവിടെയോ കുറയുമ്പോഴാണ് കോപം കയറി വരും. അതാണ് പ്രശ്നം. കോപിക്കുന്ന ആൾക്കാർ എന്താ പ്രശ്നം അറിയാമോ? ഇപ്പോൾ ഉദാഹരണം, കടൽ വെള്ളം, അവിടെ കരിമീൻ വളരുമോ? കടൽ വെള്ളത്തില്ല, തത്തുപോകും. കാര്യം എന്താ? അതിൻ്റെ pH 8. നരങ്ങ വെള്ളത്തിൻ്റെ pH എന്താ? 2.6.
അത് അസിഡിക്കാണ്. ഈ pH 7 എൻ്റെ കറക്റ്റ് നമ്പർ. 7 ഹൈഡ്രജൻ ആ പോയിന്റിൽ നിന്ന് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉടനെ അത് ക്ഷാരമായി മാറും. 7 കുറഞ്ഞ അമ്ലമായി മാറും. ഇതിൻ്റെ വരുന്ന വിഷയം ഇതാണ്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രകൃതിയുടെ pH കറക്റ്റ് ചെയ്ത് പോകണം എപ്പോഴും. സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, ഇതൊക്കെ ഇട്ടാണ് നമ്മൾ pH കറക്റ്റ് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായ? വെരി സീരിയസ് തിങ്. നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലേ, അതിൻ്റെ സ്നേഹം, ക്ഷമയെന്ന് പറയുന്നത് എന്താ? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അതുപോലെ സ്നേഹം, ക്ഷമ, ദയ, കൊടുക്കുന്ന സ്നേഹമാണ്. അത് ചിലപ്പോൾ നീ നയമായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷേ എങ്കിലും നമ്മൾ സ്നേഹത്താൽ കൊടുക്കുകയും നയമായിട്ട് നോക്കിയാൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാ എല്ലാ മക്കൾക്കും 4 മക്കൾക്കും എല്ലാവർക്കും 15 സെൻറ്റ് സ്ഥലം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇളയ മകന് നമ്മൾ അപ്പൻ്റെ ജീവനാവശ്യം, അമ്മയുടെ ജീവനാവശ്യം കൂടി മേടിച്ചിട്ട് 15 പകരം 25 കൊടുത്തു. അപ്പോൾ എന്തിനാണ് അവനോട് ദയ കാണിച്ചിരിക്കണത്? അപ്പോൾ അവനോട് പറഞ്ഞത്, അവനോട് ദയ കാണിക്കാൻ കാര്യം അവന് 3 പെൺമക്കളാണ്, നിങ്ങൾക്ക് 2 ആൺമക്കളല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അവന് 10 സെൻറ്റ് കൂടുതൽ കൊടുത്തത്. ദയ കാണിക്കുകയാണ് അപ്പൻ. അപ്പോൾ ദയ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് കൊടുക്കുന്ന, അതായത് അവരുടെ യോഗ്യത നോക്കിയല്ല, ദൈവത്തിൻ്റെ കൃപ, അവിടെയാണ് കൃപ വർക്കൗട്ട് ചെയ്യണം. ദയ എന്ന് വെച്ചാൽ നോട്ട് ബൈ മെറിറ്റ്. ദൈവം ഇങ്ങോട്ട് കാണിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ മാത്രമല്ല, ദൈവത്തെ പ്രതി നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന പ്രിൻസിപ്പിളാണ് ദയ, നോട്ട് ബൈ മെറിറ്റ്. എഫെസ്യസ് 2:8 നിൻ്റെ മെറിറ്റല്ല, യോഗ്യതയല്ല, എൻ്റെ കൃപയാൽ. അപ്പോഴേ അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഇല്ലേ? അതാണ് ചോദ്യം. എന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടത് ആയിരുന്നില്ലേ? അപ്പം ദൈവം നമ്മളോട് എന്ത് കാണിച്ചാലും അത് നമ്മളും കാണിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ നിലനിർത്തുന്നതിൻ്റെ ഒരു ഫോർമുല അതാണ്. ദൈവം നമ്മുടെ എന്നാ കാണിച്ചാലും അത് നമ്മളും കാണിക്കണമെന്നാണ് ഈശോ, അല്ലെങ്കിൽ ഈശോയുടെ ഒരു പ്രഖ്യാപിത നിലപാടാണത്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അത് ഈശോയുടെ നിലപാടാണ്. ഈശോയാണ് കർക്കശ്യവുമായിട്ടും ഷാർപ്പായിട്ടും ഈ വിഷയം ഊന്നിപ്പറയണത്. ബാക്കി ആരും പറഞ്ഞിട്ടില്ല. ഈശോയ്ക്ക് വളരെ ടൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാണ്. അതായത് ഞാൻ എന്നാ കാണിച്ചത് നിങ്ങളും കാണിക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി ലോകം അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങിൽ നിറഞ്ഞ ആത്മാവിൻ്റെ അതേ കൃപയിൽ ഞങ്ങളും നിറയാൻ അങ്ങ് ഞങ്ങളോട് ചെയ്ത പോലെ ഞങ്ങൾക്കും പരസ്പരം ചെയ്യാൻ അതുവഴി പരിശുദ്ധാത്മാവ് ഊർജ്ജസ്വരമായി ഞങ്ങളെ പ്രവർത്തിക്കാൻ അതുവഴി ദൈവ മനസ്സുകളെ വ്യക്തമായി ഗണിച്ച് കർത്താവ് നൽകുന്ന കാലം വരെ മരിയൻ സൈലൻസായി, മരിയൻ വെയിറ്റിംഗ് ആയി കാത്തിരിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പാടണം സന്തോഷത്തോടെ, ആവേശത്തോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ഈ ഉടമ്പടി എന്തിനാണെന്നറിയാവോ? ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ ഒന്ന്, കർത്താവെ അറ്റ് എനി കോസ്റ്റ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്നാണ്. എന്ത് വില കൊടുത്ത് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. അമ്മ എന്നാ പുറത്ത് കാത്തു നിന്നത് ധൃതിയില്ലാതെ? ധൃതിയില്ലാണ്ടല്ലേ കാത്തു നിന്നത്? മരിയൻ വെയിറ്റിങ്ങിൻ്റെ നേച്ചർ എന്താ? ആരെയും അമ്മ പറഞ്ഞു വിട്ടില്ല. എൻ്റെ മകനാണെന്നും പറഞ്ഞ്
ഒരു അവകാശം കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല്ലി കയറി വന്നില്ല. ഷി വാസ് സൈലൻറ്റ്, ഒരു വ്യഗ്രതയുമില്ല. എന്ന് കണ്ടവർക്ക് സഹിക്കാൻ പറ്റാതെ വന്നിട്ട് അവർ വന്ന് പറഞ്ഞതാ. അമ്മ അവിടെ തലക്കിടിച്ച് വന്നില്ല, ഒരു വ്യഗ്രതയുമില്ല, ബഹളമില്ല. എന്താ കാര്യം? അതവരുടെ നേച്ചറാണ്, ചുമ്മാ നേച്ചറല്ല. അവരാദ്യമേ മംഗളവാർത്ത സമയത്ത് പറഞ്ഞായിരുന്നു, അപ്പാ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ബി ടു ഡൺ ടു മീ അക്കോർഡിംഗ് ടു ദൈ വേർഡ്. അപ്പാ ഇതാ കർത്താവിൻ്റെ ദാസി. ദാസിയാണ് എങ്ങനെയാണ്? ദാസി ആരാണെന്ന് കർത്താവിൻ്റെ ഈ ലൂക്ക 1:38 അത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണില്ലേ, അത് ശരിക്കും ദാസിയുടെ നേച്ചർ എന്താ? യുസി, ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പരിശുദ്ധാത്മാവിനെ എങ്ങനെ നിർവീര്യമാക്കാതെ എന്തൂസിയാസ്റ്റിക്കായിട്ട് ഉണർവോടുകൂടി നിലനിർത്തിക്കൊണ്ടിരിക്കാവുന്നല്ലേ? അതിന് മരിയൻ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യണത്. മരിയൻ സ്വഭാവങ്ങളാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക് എന്താ വേണ്ടത്? മരിയൻ സ്വഭാവം വേണം. സ്വഭാവം ശീലമാകും, ശീലം സമ്പ്രദായമാകും, ശീലം തന്നെ കുറേ റിപ്പീറ്റഡ് ആക്ഷൻ. ഇപ്പോൾ ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. വാട്ട് ഈസ് ഹാബിറ്റ്? ഇറ്റ്സ് എ റിപ്പീറ്റഡ് ആക്ഷൻ. നമ്മുടെ സ്വഭാവമില്ലേ, സ്വത്വത്തിൻ്റെ ഭാവം, അത് റെക്കർ ചെയ്ത് വരുമ്പോൾ ഹാബിറ്റായി മാറും, ശീലമായി മാറും. ശീലം ഒരു കാലഘട്ടം പിന്നിടുമ്പോഴാണ് സമ്പ്രദായമായി മാറണത്. സമ്പ്രദായം ഒരു സമൂഹം ഏറ്റെടുത്ത് നടത്തി കാലദേശങ്ങളെ അതിജീവിക്കുമ്പോൾ സംസ്കാരമായി മാറും. അപ്പം മരിയൻ ഒരേ സമയം സ്വഭാവമാണ്, ശീലമാണ്, സമ്പ്രദായമാണ്, സംസ്കാരമാണ്. ഉടമ്പടി ഒരു സംസ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് എന്താണ്? എങ്ങനെ പരിശുദ്ധാത്മാവിന് ഉണർവോടുകൂടി. ഇപ്പോൾ തെസ്സലോനിയൻസ് 5:19 നമ്മുടെ സബ്ജക്റ്റ്. ഉടമ്പടി വരുന്ന മരിയൻ വെയിറ്റിംഗ് പോലെയുള്ള ചില വിഷയങ്ങൾക്കുള്ള കാലതാമസങ്ങളെ നിരാശയില്ലാതെ. ഇപ്പം നിങ്ങൾക്ക് നിരാശയല്ലേ, അത് നടന്നില്ല. ആ നിരാശ സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? അത് ബഹളത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആശയ്ക്കൊരു പ്രശ്നമുണ്ട്. ആശ എത്രയും വേഗം അത് സാച്ചുറേറ്റ് ചെയ്യാൻ വേണ്ടി വ്യക്തിക്ക് വ്യഗ്രത കൊടുക്കും. ഇപ്പം തന്നെ കാനഡയിൽ പോകണം, ഇപ്പം തന്നെ കാനഡയിൽ പോകണം, ഇപ്പം തന്നെ വീട് വെക്കണം, ഇപ്പം തന്നെ പാസ്പോർട്ട് ശരിയാകണം. ഇങ്ങനെ ആശ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വ്യഗ്രത ഉണ്ടാക്കും. വ്യഗ്രത ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മേ ബി നിങ്ങളുടെ ഒരു നിവൃത്തികേട് കൊണ്ട്, ബഹളം കൊണ്ട് ദൈവം ഭൗതിക മേഖലകളിൽ ചിലപ്പോൾ ഇടപെട്ടെന്ന് വരും. പക്ഷേ വി ആർ സീക്കിംഗ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കൃപ വേറെയാണ്, അനുഗ്രഹം വേറെയാണ്. വാട്ട് ഈസ് ബ്ലെസ്സിങ്സ്? ബ്ലെസ്സിങ്സ് ആർ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. പക്ഷേ കൃപ ഭൗതിക ആനുകൂല്യമല്ല. യുസന്ത്രോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എന്ത് അനുഗ്രഹം കിട്ടിയാലും ഇറ്റ് വിൽ ലോസ്. അതിങ്ങനെ ഡിസ്പോസിബിളുമാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഡിസ്പോസിബിൾ അല്ലാത്തത് എന്താണ്? കൃപയാണ്. അതുകൊണ്ടാണ് ഫിലമോൻ 1:25 കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പറയണത്. ബാക്കിയെല്ലാം ശരീരത്തിൻ്റെ കൂടെയാണ്. നമ്മുടെ വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, ജോലി എല്ലാം ശരീരത്തിൻ്റെ കൂടെയാണ്, ഇല്ലേ? കുറേ ശരീരം പോകുമ്പോൾ അതും പോവും. പക്ഷേ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായാൽ അത് പോകത്തില്ല. കൃപാസനം ഓൾവേസ് സീക്കിംഗ് ദി ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് എൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. എന്ത് നമ്മൾ ബിസിനസ് ചെയ്താലും, ദൈവമായിട്ട് എന്നാ ബിസിനസ് ചെയ്താലും അതിൻ്റെ അകത്ത് ഒരു കണ്ണ് നമ്മളെപ്പോഴും കൃപയിലേക്ക് തന്നെ പോകും. കൃപയിലേക്ക് പോകുമ്പോൾ കൃപ അറിയാമല്ലോ, അത് ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ബ്ലെസ്സിങ്സ് എന്താണ്? ശക്തിയുടെ ഇഫക്റ്റാണ്. തമ്മിൽ തിരിച്ചറിയണം. നമുക്ക് വേണ്ട ശക്തി ഇൻവെർട്ടർ പോലെ നമ്മുടെ ആത്മാവിൽ ഗലാത്യൻ 6:18 അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. ആത്മാവിന് നശിക്കാത്ത കാരണം കിട്ടുന്ന കൃപയ്ക്കും ദൈവശക്തിക്കും നാശമില്ല. ദൈവശക്തി തന്നെയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായി യേശുക്രിസ്തു 1 കൊരിന്ത്യൻസ് 1:24 നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? പിതാവ് ശക്തിയാണ്, പുത്രൻ ശക്തിയാണ്, ദൈവം ശക്തിയാണ്. ഈ ദൈവശക്തി നമ്മുടെ ആത്മാവിലേക്ക് ആവശ്യിച്ചിട്ടാണ് ആത്മാവിനെ നമ്മളെ കൂദാശപരമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കാനാണെന്നാണ് പറയണത്. ദാറ്റ് മീൻസ് ആത്മാവിൻ്റെ ദൈവത്തെ ആസ്വദിക്കാനുള്ള അറിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യണത്. ജ്ഞാനം വരം വർദ്ധിപ്പിക്കും കൃപയനുസരിച്ച് കൊണ്ട്.
അത് നിത്യതയും നമുക്ക് ശരിക്കും പ്രയോജനം ചെയ്യും. ഏകസത്യ ദൈവമായി നിന്നെയും നിയച്ച യേശുക്രിസ്തുവിനെ അറിയുകയല്ലേ നിത്യജീവൻ എന്ന് പറയണത്? അറിവാണല്ലോ. ഈ അറിവ് എൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണത് എങ്ങനെയാണ്? കൃപയാലാണ് വർദ്ധിപ്പിക്കണം, ആർജിക്കുന്ന കൃപ. അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് 50-50 അടിക്കാനാണ് ഇഷ്ടം. 6 കാര്യങ്ങൾ വെച്ചാൽ 3 അനുഗ്രഹവും 3 കൃപയാക്കാനാണ് നോക്കണത്. പക്ഷേ ഇവിടെ കർത്താവ് നിങ്ങളുടെയൊക്കെ ശരണക്കേട് കാരണം 6 7 അനുഗ്രഹമാക്കി വിടുകയാണ്. അത് വിത്തിട്ടിരിക്കുന്ന സംഭവമൊക്കെ എടുത്ത് അരിവെക്കണ പോലെ ഇരിക്കും. വിത്തിന് 2 കൃപ വിത്താണ്. നിത്യതയുടെ കൃപ ശക്തി സംസ്കരിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് കേട്ട പ്രാർത്ഥനയെക്കാളും ലാഗ് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കാണ് നമുക്ക് നിത്യതയിൽ വിലയുള്ളത്. അതുകൊണ്ടാണ് മരിയൻ വെയിറ്റിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അമ്മ എന്താ ചെയ്തത്? അമ്മ വെയിറ്റ് ചെയ്തു. അത് വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? 8:20 അനുസരിച്ച് കൊണ്ട് ഗസ്റ്റിനെ കാണാൻ വേണ്ടിയാണ്. സ്വന്തം മകനാ. പരസ്യ ജീവിതത്തിന് കുറേ ഇറങ്ങി പോന്നിട്ട് ഇപ്പോൾ ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കൊതിച്ച് വരികയാണ്. പക്ഷേ ഇവിടെ തിരക്കായിപ്പോയി. തിരക്കാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും ഈശോ സ്വന്തം മകനാണെങ്കിലും അമ്മ വെയിറ്റ് ചെയ്യണ ഒരു മാനസികാവസ്ഥയുണ്ട്. ആ വെയിറ്റ് ചെയ്യണത് ഇപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതിനേക്കാളും വെയിറ്റ് ചെയ്യണതൊരു ദൈവിക സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് കിട്ടുന്നത് മാനുഷിക സ്വഭാവമാണ്. അനുഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേടുമ്പോൾ തന്നെ ഈ ഏതെങ്കിലും വിഷയം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മരിയൻ ആണെന്ന് മനസ്സിലാക്കണം. മരിയൻ വെയിറ്റിംഗ് എന്താണ്? ഞാനും അതായത് പണ്ടിതുപോലെ അമ്മയ്ക്കിപ്പോൾ ധൃതിയില്ലല്ലോ. ധൃതിയുണ്ടോ? ഈ 8:20 ധൃതിയുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ധൃതിയില്ല. മറ്റുള്ളവരാണ് ധൃതിപ്പെട്ടിട്ട് വന്ന് പറയണത് നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറയണില്ലേ? മറ്റുള്ളവരാണ്. അമ്മയ്ക്ക് ധൃതിയില്ല. അമ്മയ്ക്ക് ധൃതിയില്ലാഞ്ഞ എന്താ? 2 കാര്യങ്ങളാണ് അമ്മയ്ക്ക് ധൃതിയില്ലാഞ്ഞ കാരണം. എന്താ? ഒന്ന്, അവൾ ദാസിയാണ്. ദൈവത്തോട് ഉള്ള ഏറ്റവും ശക്തമായ ബന്ധം എന്താണ്? ദാസനും ദാസിയുമാണ്. കാര്യം എന്താണ്? വചനത്തിൻ്റെ അമ്മ എപ്പോഴും ദാസിയായിരിക്കും. Behold, the handmaid of the Lord, be to done according to me thy word എന്ന് പറയുന്നത് എന്താണ്? ദാസി ആരാണ്? അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. വചനത്തിന് എപ്പോഴും വ്യക്തി ദാസിയായിരിക്കും. അതാണ് വചനത്തിനുള്ള പ്രത്യേകത. യേശുവിന് അമ്മയും വചനത്തിന് ദാസിയും. ഉടമ്പടി ചില സമയത്ത് നമ്മളെ വചനത്തിൻ്റെ ദാസിയാക്കും. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ദാസി. ദാസിയാണോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു വ്യക്തി ദാസനായോ ദാസിയായോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇല്ലയോ? ആ വ്യക്തി വിഷയത്തോട് കാണിക്കുന്ന വ്യഗ്രത കൊണ്ടറിയാൻ പറ്റും. എന്താ കാര്യം? ലോകം കണ്ട ഏറ്റവും വലിയ ദാസനാരാ? സകലദാസനാണ്. അവനെക്കുറിച്ച് 700 കൊല്ലം മുമ്പ്, അവൻ ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ് അവൻ്റെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കർത്താവിൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് ഐസയ എന്നാ പറഞ്ഞത്? ഐസയ 53:7 കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല. അമ്മ ബഹളം വെക്കാനില്ലല്ലോ. അപ്പോൾ എന്താ കാര്യം? വ്യഗ്രത കഴിഞ്ഞോ? അമ്മ കാത്തു നിൽക്കാൻ തയ്യാറാണ്. എന്താ കാര്യം? അമ്മ കർത്താവിൻ്റെ ദാസിയാണ്. ദൈവത്തോട് ഇടപെടുമ്പോൾ ഫണ്ടമെൻ്റൽ ആൻഡ് ബേസിക്കായിട്ട് നീ സെർവൻ്റ് ഓഫ് ജീസസ് ആണെന്നുള്ള ബോധം നിനക്കുണ്ടാവണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഏതെങ്കിലും വിഷയം താമസിച്ച് പോകും. നിൻ്റെ കൂട്ടുകാർ PSCക്ക് പാസ്സായി, അവർ അപ്പോയിൻമെൻറ്റായി, നിൻ്റെ കൂട്ടുകാർ കല്യാണം കഴിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളായി, നിനക്ക് കല്യാണമില്ല, കുഞ്ഞുമില്ല. ഇതെന്താ പരിപാടിയാണ്? നിങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാർക്കൊക്കെ കല്യാണക്കുറി വരുമ്പോൾ ചങ്കിടിപ്പാണ് വീട്ടിൽ. നമ്മൾ മുറ്റത്ത് കയറി പോലും പറയണില്ല. എന്താണ്? അവൾ കല്യാണം വിളിക്കാൻ വന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പാക്കായി പോകും. അപ്പോഴും ഉടനെ അമ്മയോട് പറയും, എന്ത് ആളില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, കൊച്ചു വരുമെന്ന് അവളോട് പറഞ്ഞായിരുന്നോ? ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നില്ല. അവളുടെ കല്യാണം, ഇവൾക്ക് കല്യാണം വെക്കാത്ത കാരണം അവൾ നിന്നെ കല്യാണം വിളിക്കാൻ വരണത് പോലും ഉൾക്കൊള്ളാൻ അവൾക്ക് പറ്റണില്ല. അവൾ പള്ളിയിൽ പോലും പോകാതിരിക്കുകയാണ് അവിടെ. എന്താ കാര്യം? നാട്ടുകാർ ചോദിക്കും ആയില്ലേ എന്ന്. അത് കാരണം അവൾ പള്ളിയിൽ പോലും പോണില്ല. പ്രാർത്ഥിക്കാൻ പോലും അവൾക്ക് സങ്കടമായി. എന്നാത്തിനും പ്രാർത്ഥിക്കാനാ? കൂട്ടുകാരുടെയൊക്കെ പിള്ളേരൊക്കെ ഇപ്പം എടുത്ത് തുടങ്ങിക്കാൻ പോലും സമയമായി. അപ്പോഴും നമുക്ക് കല്യാണം ഒത്തിയിട്ടില്ല, കൊച്ചുമായിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ്? അപ്പോൾ നമുക്ക് നിരാശ. ഈ നിരാശയെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ
അനുസരിച്ചിരിക്കും നീ മകളാണോ ദാസിയാണോ ദാസനാണോ എന്നറിയണത്. പ്രാർത്ഥിക്കുക. കർത്താവേ, വചനജ്ഞാനത്തിൻ്റെ ആന്തരികത വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവ തിരുസന്നിധിയിൽ എൻ്റെ പൊസിഷൻ, എൻ്റെ നിലപാട് എന്താണെന്ന് വെളിവാക്കി എന്നെ സഹായിക്കുന്നതിന് സ്വസ്ത്രം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇങ്ങനെയുള്ള ചില സിറ്റുവേഷനെ കുറിച്ച് ഈശോ നേരത്തെ അമ്മയ്ക്ക് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഷീ ന്യൂ ഇറ്റ്. അവർക്കത് അറിയാം. ഇങ്ങനെ ചില സിറ്റുവേഷൻസ് ദൈവമായിട്ടുള്ള ജീവിതത്തിലെ ചില ലാഗിങ് വരുമ്പോൾ വ്യഗ്രതയില്ലാതെ പ്രാർത്ഥനാപൂർവ്വം സ്നേഹത്തോടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കതറിയാം. ഈശോ എപ്പോഴാണ് പറഞ്ഞത് അമ്മയോട്? ചില സമയത്ത് അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് അപ്പം നിരാശപ്പെടരുത്, വ്യഗ്രത കാണിക്കരുത്, ബഹളം വെക്കരുത്, ശാന്തമാകണമെന്നൊക്കെ എപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്? ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ എന്തോരം അന്വേഷിച്ചോ എന്ന് ചോദിച്ചില്ലേ? അല്ലേ? ആളെ ഫൗണ്ട് മിസ്സിങ് ആയില്ലേ? കാണാതെ പോയപ്പോഴേ പരക്കം പാഞ്ഞ് തിരിച്ചു വന്നപ്പോഴേ ഈശോനെ ദേവാലയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കണ കണ്ടപ്പോൾ അമ്മ ചോദിച്ച ചോദ്യമാണ്, ഞാനും നിൻ്റെ പിതാവും കൂടി എന്തോരം നിന്നെ അന്വേഷിച്ചു. അന്ന് അന്വേഷണത്തിന് അവസാനം കുറിച്ചതാണ്. അന്ന് പറഞ്ഞ അമ്മേ, കാലം മാറുന്നു. ചില സമയത്ത് എപ്പോഴും കണ്ടുപിടിക്കാമെന്ന്, കൂടെ ഉണ്ടാകുമെന്നും ഫിസിക്കലായിട്ട് കൂടെ ഉണ്ടാകുമെന്നും ധരിച്ചാൽ നിനക്ക് സങ്കടമുണ്ടാവും. ചില സമയത്ത് ആബ്സെൻസിൻ്റെ ടൈം ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായാവോ? പ്രാർത്ഥനയ്ക്കും ചില സമയത്ത് അങ്ങനെ ഒരു ആബ്സെൻസ് ടൈം ഉണ്ടാവും. അത് ഈശോ പറഞ്ഞു കൊടുത്തു അമ്മയോട്. ലുക്ക 2:49 എന്താ ചോദിച്ചത്? അങ്ങനെ ആബ്സെൻസ് വരാൻ കാര്യം എന്താണ്? വെയിറ്റ് ചെയ്യേണ്ടി വരാൻ കാരണം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ, അതാണ് സംഭവം. ഇപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അതാണ് 2:49, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ലാഗിങ് വന്നാൽ, വിവാഹം, ഒരു സ്ഥലം മേടിക്കണത്, വിൽക്കണതോ അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്നത്, ഏതെങ്കിലും വിഷയത്തിൽ, ഇത് കൃപാസനമാണ്. എന്ന് വെച്ചാൽ എന്താ കാര്യം? അങ്ങനെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ പറയിപ്പിക്കുന്നത്, നമുക്കൊരു 600-700 സാക്ഷ്യം കിട്ടിയിട്ടാണ് 10,250 ഇവിടെ ഒരു മാസം പറയിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങൾ ഒപ്പം കൊണ്ടുവന്ന് ഇടത്ത് വായിൽ നിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛാ അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ്. ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്കി, കുഞ്ഞു 3 പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് നീ അമ്മയുടെ കുഞ്ഞെന്ന് പറഞ്ഞത്? അല്ല, 14 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ തന്നു. എനിക്കാണെങ്കിൽ ഞാൻ നോക്കിയിട്ടും തിരിയണില്ലായിരുന്നു. നവംബർ മാസം ഭയങ്കര രസമായിരുന്നു. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ 20 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടിയത് നവംബർ മാസം. അതുപോലെ 16 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ട് 2 കുഞ്ഞുങ്ങളെ കിട്ടിയത് നവംബർ മാസമാണ്. അതിനി 3 കുഞ്ഞുങ്ങളെ. അതുപോലെ ഓരോ കുഞ്ഞുങ്ങളെ കിട്ടിയ കുറേ മാസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതല്ല അതിൻ്റെ അർത്ഥത്തിൽ ഇപ്പോൾ ചില സമയത്ത് വൈദ്യശാസ്ത്രത്തിന് പോലും അറിയാം ഇത് ഒരു പിയർ മിറക്കിളാണ്, ഈ കുഞ്ഞിനെ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ലെന്ന് പറയും. അപ്പോഴേ നമ്മളെന്നാ ചെയ്യണത്? നമ്മൾ വിശ്വസിക്കണത് എന്തിനാണ്? കർത്താവിൻ്റെ വാക്കിലാണ് വിശ്വസിക്കുന്നത്. കർത്താവിൻ്റെ വാക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ കല്ലിൽ നിന്ന് എബ്രഹാം സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ അകത്ത് യുക്തി അല്ല അച്ഛൻ നോക്കണത്, ഹൃദയത്തിൻ്റെ ഒരു യുക്തിയുണ്ട്. ദ റീസൺ ഓഫ് ഹാർട്ട്. വി ഫെയ്ത്ത്ഫുൾസ് ആർ സീക്കിംഗ് ദ റീസൺ ഓഫ് ഹാർട്ട്. നിങ്ങൾക്ക് ദൈവസ്നേഹം പെരുകുമ്പോൾ ഹൃദയത്തിന് ബുദ്ധി വെക്കും. ദൈവസ്നേഹം പെരുകുമ്പോഴേ ഹൃദയത്തിന് ബുദ്ധി വെക്കും. അത് വിശ്വാസിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമോ? വിശ്വാസിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഹൃദയത്തിൻ്റെ ബുദ്ധി.
അതിൽ നിന്നല്ലേ 3 കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോഴിതെല്ലാം അമ്മയ്ക്കിതിനൊക്കെ നല്ല സ്വാധീനമാണ്. അമ്മ കാലാവസ്ഥ ഭേദങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് നേരത്തെ ഈശോ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എവിടെയെങ്കിലും ലാഗ് ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യേണ്ട കാര്യം എന്താണ്? പിതാവിൻ്റെ കാര്യത്തിൽ വേപത്തിനാകണം. ഇറ്റ്സ് വെരി സിമ്പിൾ. പറഞ്ഞ മനസ്സിലായ? ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വെച്ചിരിക്കുന്ന വിഷയം എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ ഒരു മരിയൻ വെയിറ്റിംഗ് വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താ ചെയ്യേണ്ടത്? ആ വെയിറ്റിങ്ങിൻ്റെ കാരണം എന്താണ്? ഈശോ പിതാവിൻ്റെ കാര്യത്തിൽ വേപത്തിനായിരുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. വെയിറ്റിങ്ങിൻ്റെ മീനിങ് എന്തായി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വെയിറ്റിംഗ്? ദ വി മസ്റ്റ് ഡു അവർ ഫാദർ ഇൻ ഹെവൻ. സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുകയല്ല, ചെയ്യുകയാണ് വേണ്ടതെന്ന്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ എന്തിനുള്ളതാണ്? പ്രാർത്ഥിക്കാൻ തന്നതല്ലേ, ചെയ്യാൻ വേണ്ടി തന്നതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു വെയിറ്റിംഗ് വന്നാൽ സ്വർഗസ്ഥനായ പിതാവ് അപ്പം തന്നെ ആപ്ലിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്. അപ്പം അങ്ങയുടെ നാമം പൂജിതമാക്കേണ്ടത് ആരാണ്? വി മസ്റ്റ് ഡു ഇറ്റ്. നമ്മൾ ചെയ്യണമെന്നാണ്. അല്ല ചുമ്മാ ഇങ്ങനെ അലാദ്യം അത്ഭുത വിളക്കും പോലെ ഉരക്കുമ്പോൾ ഉണ്ടാണ് അത്ഭുതമല്ല. അങ്ങയുടെ നാമം നമ്മൾ പറയുമ്പോൾ തന്നെ പൂജിതമാകണം. നമ്മളാണ്. ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കേണ്ടത് ആരാണ്? നമ്മളാണ്. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത്. അതാണ് റോമ 4:20 പറയണത്. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കുക, എന്നിട്ട് വിശ്വാസത്തിൽ വളരുക. ദൈവിക പുണ്യങ്ങളിൽ വളരണ കാലമാണ് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കുന്ന മരിയൻ വെയിറ്റിങ്ങിൻ്റെ കാലം. കൈയിടിച്ച് കിടത്താളില്ല വിശ്വസത്തിലില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മത്തായി 6:9 പഠിപ്പിച്ചതിന് ശേഷം ഈശോ പറഞ്ഞു, ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം തരുന്നതല്ല, പ്രവർത്തിക്കാൻ വേണ്ടി തരുന്നതാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ എവരുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. 7:21. അപ്പോൾ മത്തായി 7:21 എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതെന്നാണ്. ഇപ്പോൾ ഈ 6:9 മത്തായി 6:9 മത്തായി 7:21 കൂട്ടി വായിക്കേണ്ടതാണ്. എന്താണ്? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് ശിഷ്യന്മാരല്ലേ? അപ്പോൾ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്തിനാണ്? പ്രവർത്തിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. അപ്പോൾ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തിക്കണ 2:49 ലൂക്ക പിതാവിൻ്റെ പ്രവർത്തികളാണ്. കർത്താവ് എന്തിനാണ് വ്യാപൃതനായിരുന്നത്? അതിലാണ് നമ്മളും വ്യാപൃതനായിരിക്കേണ്ടത്. പിതാവിൻ്റെ ഇഷ്ടം, ദൈവവചനം, അതാണ് പിതാവിൻ്റെ ഇഷ്ടം. സ്വർഗസ്ഥനായ പിതാവ് 7:21, 6:9, 2:49 എല്ലാം കൂടി കൈയും കാലും വെച്ച രൂപമാണ് ഈ 8:21. എന്താണ്? ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ വസ്തു ഒന്നും ഇപ്പം എടുക്കണം, അച്ഛൻ പറയാം. താഴെ വെച്ചോ. നമുക്ക് സ്വസ്ഥമായി
പ്രാർത്ഥിച്ച അവസാനം അച്ഛൻ പറയും നേർച്ച വസ്തുക്കൾ എടുക്കാൻ പറയും. അപ്പോൾ എടുത്താൽ മതി. ഇപ്പോൾ എഴുന്നേൽക്കുക, സന്തോഷമായിട്ട് എഴുന്നേൽക്കണമേ. രോഗസൗഖ്യ കയ്യേപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളന്ന് കൈ ഇങ്ങനെ വിടർത്തി വെച്ചേ, അച്ഛൻ ഇങ്ങനെ വെക്കണ പോലെ വെച്ചേ. ഇതിലെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം ഈ കൈയാണ് നമ്മുടെ രോഗസ്ഥലങ്ങളിൽ വെക്കാൻ പോണത്. ഇതിനെ കർത്താവിൻ്റെ കൈയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ മധ്യസ്ഥം വഹിക്കണം. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെ പാവപ്പെട്ട കൈകളെ വിശ്വാസത്തിലെ, സ്നേഹത്തിലെ, പ്രത്യാശയിലെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ അത്ഭുത കൈകളായി, ആണിപ്പഴുതാർന്ന അത്ഭുത കൈകളായി രൂപാന്തരപ്പെടുത്തുവാൻ മധ്യസ്ഥം വഹിക്കണമേ. ഈശോ ദിവ്യരക്ഷക, വിശുദ്ധ രക്തത്താൽ, അങ്ങേ വിശുദ്ധ രക്തത്താൽ എൻ്റെ കൈകളെ ഇപ്പോൾ പൂശണമേ. ഇതെൻ്റെ ശരീരത്തെ എനിക്ക് വേണ്ടിയായാലും ഞാൻ ഉദ്ദേശിക്കുന്ന, സ്നേഹത്താൽ ഉദ്ദേശിക്കുന്ന ആർക്ക് വേണ്ടിയായാലും നിൻ്റെ കൈകൾ തൊട്ടതുപോലെ സുഖപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ശ്വാസകോശങ്ങളിൽ ഇന്ന് പാങ്ക്രിയാസ് സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണോ? അതുപോലെ നിർണായകമായ കുറേ സാക്ഷ്യങ്ങൾ, അല്ലാതെ രോഗികളുടെ അനുഭവങ്ങളാണ്. നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോഴും ഡോക്ടർമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ഡയഗ്നോസിസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാര്യം അവരെല്ലാം കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതാണ്. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ സൗഖ്യം നമ്മളിലേക്ക് വരണത്. അവർക്ക് ചെയ്യാൻ പരിമിതികളുള്ളതുമേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാനാണ് നമ്മൾ ആരാധന നടത്തി അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത്. അടിവറ്റി നെഞ്ചിൽ കൈവച്ച്, ശ്വാസകോശങ്ങളെ മൂടിക്കൊണ്ട് കൈവച്ച്, ശ്വാസകോശങ്ങളിൽ ശ്വാസം മുട്ടൽ, വലിവ്, ആസ്മയൊക്കെ ഉള്ളവർ, ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവർ, ബ്ലോക്കുള്ളവർ, ഫാറ്റി ലിവറുള്ളവർ ഒക്കെ നെഞ്ചിൽ കൈവെക്കേണ്ടതാണ്. പാങ്ക്രിയാസിന് കല്ലുള്ളവർ, വീക്കമുള്ളവർ, പ്രവർത്തനത്തിന് കേടുള്ളവരൊക്കെ നെഞ്ചിൻ്റെ പൊട്ടിന് കൈവെക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus Christ, pour out your Spirit. The fire fingers soak with the precious blood. Lord, infuse His Spirit. Lord Jesus Christ, pour out your Spirit. Touch with the fire finger. Soak with the precious blood. I command you, in the name of Jesus Christ, to be healed. Hallelujah, 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 hallelujah. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ ശിരസിൽ കൈവെക്കണം, നെറ്റിയിൽ ഇങ്ങനെ കൈവെക്കണം. അച്ഛൻ എന്നാ ഉദ്ദേശിക്കണമെന്ന് അറിയുമോ? ചില ആൾക്കാർക്ക് ഭയങ്കര വിട്ടുമാറാത്ത തലവേദനയാ, കണ്ണിന് കാഴ്ച മങ്ങിയവരുണ്ടാവും. ഇന്നൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞില്ലയോ, എന്തോ അലർജി കാരണം ശരീരത്തിൻ്റെ 10% മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം സാക്ഷ്യം പറഞ്ഞില്ലേ? ഇപ്പോൾ നെഞ്ചിൽ ശിരസിൽ കൈവെക്കണത് ചിലപ്പോൾ കാതിന് കേൾവി കുറവുള്ളവരുണ്ടാകും,
അപ്പോൾ മറ്റ് ശിരസ്സിന് അസുഖമൊന്നും ഇല്ലെങ്കിൽ കാതിൽ തന്നെയാണ് കൈവെക്കേണ്ടത്. കുറേ അസുഖം ഉള്ളപ്പോഴാണ് നമ്മൾ നെറ്റിക്ക് ശിരസ് സംബന്ധമായ കുറേ അസുഖങ്ങൾ, വായിക്കേടൊക്കെ ഉള്ള, എപ്പോഴും തലനീറിറക്കം, ഇങ്ങനെ കുറേ അസുഖങ്ങളുള്ള ഒരുമിച്ചുള്ളപ്പോഴാണ് നെറ്റിയിൽ കൈവെക്കേണ്ടത്. അല്ലെങ്കിൽ ശിരസ്സിന് അതാത് സ്ഥലങ്ങളിൽ വിഷമമുള്ള ഇടത്ത് കൈവച്ചാൽ മതി. ടോൺസൈറ്റ്, തൈറോയിഡ്, സ്പണ്ടിലോസിസ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ തൊണ്ടയിൽ കൈവെക്കേണ്ടതാണ്. 2009 ഒരു ചേടത്തിയുടെ തൊണ്ടയിൽ കൈവച്ചിട്ട് ഇന്ന് വരെ അവർക്ക് തൈറോയിഡ് ഇല്ലെന്ന് സാക്ഷി എന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാം നടക്കണ കാര്യങ്ങളാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ സ്തുതിച്ചാൽ മതി. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ ദൈവമാതാവേ, അങ്ങയുടെ മക്കളെ ശിരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുമ്പോഴേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങളെ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെക്കണം എന്ന് ഓർക്കണം കേട്ടോ. അടകയ്യാ വെക്കണേ ഈശോൻ്റെ കൈ. വിശ്വാസത്തിൽ അത് ഈശോൻ്റെ കയ്യാ വെക്കണേ. ഇപ്പോൾ നമ്മൾ അച്ഛൻ എത്രയും വേഗം വല്ലാണ്ട് ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യമാണ് ഉദരസംബന്ധമായ രോഗങ്ങൾ. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശരിക്കും നെഞ്ചു നുറുങ്ങി കർത്താവിനോട് പറയുന്നുണ്ട് നിങ്ങളെ സുഖപ്പെടുത്തണമെന്ന്. കാര്യം ഈ ഉദരസംബന്ധമായ രോഗങ്ങളെ നമ്മുടെ യാത്ര വരെ മുടക്കി കളയണതാണ്. ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് എന്നാ കഴിച്ചാലും ശരീരത്തിൽ കാണത്തില്ല. ശരീരം എപ്പോഴും ചൂടാക്കിക്കൊണ്ടിരിക്കും. ഉറക്കം 2 മണിയാകുമ്പോഴത്തേനും ഉറക്കം പോകും. ഹൗ ക്യാൻ ദേ സർവൈവ്? അവരെന്തുമാത്രം വിഷമിക്കുന്നു. അപ്പം നിങ്ങളിപ്പോൾ ഓർക്കേണ്ടത് നിങ്ങളെ മാത്രമല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ബന്ധുക്കൾ, അവരെ വിശ്വാസമില്ലാത്തതുണ്ടാകാം, ചിലപ്പോൾ അന്യമതസ്ഥരാകാം. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. സ്നേഹത്തിലാണ് ഇതെല്ലാം പ്രാവർത്തികമാക്കേണ്ടത്. സ്നേഹത്താൽ, ഗലാത്യർ 5:6, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. നമ്മുടെ വിശ്വാസം പ്രവർത്തനക്ഷമമാകേണ്ടത് യുക്തിയിലല്ല, സ്നേഹത്താലാണ്. ഓർക്കണം, വിശ്വാസം പ്രവർത്തനക്ഷമമാകേണ്ടത് യുക്തിയാലല്ല. ഞങ്ങൾക്ക് സെമിനാരി പഠിച്ചത് വിശ്വാസം പ്രവർത്തനക്ഷമമാകേണ്ടത് യുക്തിയാലാണെന്നാണ്. അങ്ങനെയാണ് തിയോളജിയും ഫിലോസഫിയൊക്കെ പഠിക്കേണ്ടി വന്നത്. ശരിക്കും അനുഭവ ദൈവശാസ്ത്രം പറഞ്ഞത് എന്താണ്? വിശ്വാസം പ്രവർത്തനക്ഷമമാകേണ്ടത് സ്നേഹത്തിലാണ്. അതാണ് ബിബ്ലിക്കൽ തിയോളജി. അതാണ് ഗലാത്യർ 5:6, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമാകേണ്ട വിശ്വാസം. നിങ്ങളുടെ ശത്രു പോലും വേദനിക്കാൻ പാടില്ലെന്ന് നിങ്ങളെന്ന് തിരിച്ചറിയുന്നു, അന്ന് നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ഓർക്കണം. നിങ്ങളുടെ അയൽവാസികളെ നാളെ ചെല്ലുമ്പോൾ പറയണം, ഞങ്ങൾ കൃപാസനത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോൻ്റെ സന്നിധാനത്തിൽ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയണം. അപ്പോൾ അവർ നിങ്ങളോട് പറയും എനിക്കെന്തോ മുമ്പത്തേക്കാളും സൗഖ്യമായെന്ന് പറയും. അപ്പോൾ ഉദരത്തിൽ ഇപ്പം ഗർഭാശയത്തിൽ സിസ്തുള്ളവരുണ്ടാകും. നമ്മൾ അവരെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിരിക്കരുത്. വേറെ ആർക്കെങ്കിലും, നിങ്ങളുടെ ആൻറ്റിക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അകലെയുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഈ അസുഖമുള്ളവരുണ്ടാകും. അവർ കുറേ വിഷമിക്കുന്നുണ്ട് ആ രോഗം കാരണം. ഇന്നത്തേക്ക് ഒരു കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ രോഗം വന്ന ഒരു കൈസഹായത്തിന് ആരുമില്ല. മുഴുവനും യന്ത്രങ്ങളാണ് വീടുകളിൽ ഉള്ളത്. അതും നമുക്കെന്തെങ്കിലും വന്നു പോയാൽ യന്ത്രങ്ങൾക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഈ മിക്സി നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ പൊങ്ങണ്ടേ? അതാണ് അവസ്ഥ. ഒരാളെ വീട്ടിലുണ്ടെങ്കിൽ എന്നാ ചെയ്യും? അപ്പം അതുകൊണ്ട് ആശ്വാസം കിട്ടാതെ ഒരു മാർഗം നമുക്ക് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ രക്തസ്രാവം ഉള്ളവരുണ്ട്,
ചില പറയും ഒരു പെണ്ണായി പോയതിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെടുന്നെന്ന് പറയും. എന്താ അവരങ്ങനെ പറയണത്? കൗൺസിലിങ്ങിന് വരുമ്പോൾ 5, 6, 7, 8, 10 ദിവസമൊക്കെ പീരീഡ്സ് തന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അവരങ്ങനെ പറയണത്. അപ്പം അതെല്ലാം കറക്റ്റാകാൻ വേണ്ടിയാണ് ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. രക്തസ്രാവ രോഗികൾ, ഇപ്പോൾ ഒരു അപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞില്ല, ഞാൻ ഉടമ്പടി തൈലം ജനേന്ദ്രിയത്തിൽ പെരട്ടിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞില്ലേ? സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ആ മനുഷ്യൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? മൂത്രം വിട്ട് പോകുന്നു. അപ്പോൾ എന്തൊരു എരിച്ചിലും പുകച്ചിലും ആയിരിക്കും. അതൊക്കെ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ സംഭവം. ഭയങ്കര എരിച്ചിലും പുകച്ചിലും ആയിരിക്കും. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കണ്ട, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ സഹിക്കാതെ ചെയ്തതാണ്. എൻ്റെ നാട്ടിൽ ഒരാൾ ജനേന്ദ്രിയം ചെത്തിക്കളഞ്ഞ് അങ്ങനെ മരിച്ചു പോയി രാത്രി. സഹിക്കാൻ പറ്റാതെ. അപ്പോൾ അവിടെയൊക്കെ രോഗം വന്നാൽ എന്ത് ചെയ്യും മനുഷ്യൻ? അപ്പം അതുകൊണ്ട് അതൊക്കെ സീരിയസ് വിഷയങ്ങളാണ് വളരെ. അച്ഛൻ അടിവയറ്റിൽ കൈ വെക്കാൻ പറയുമ്പോൾ ആ മേഖലയിലുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും, അരിസസ് രോഗം, പിസ്റ്റുല രോഗം, PCOD, ഫിഷർ രോഗം, അനൽ ഫിഷർ, ഇങ്ങനെ എല്ലാ രോഗങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അടിവയറ്റിൽ കൈ വെച്ചേ. കിഡ്നി രോഗങ്ങളുണ്ട്, ക്രിയാറ്റിൻ കൂടിയവരുണ്ട്, നടുവേദനക്കാരുണ്ട്. എല്ലാവരും അടിവയറ്റിൽ കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അടിവയറ്റിൽ കൈവച്ച് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലത് കരം എൻ്റെ രോഗാവസ്ഥയിലും ഞാൻ ആർക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യത്തിൻ്റെ നാമത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അവരെയും യേശുനാമത്തിലെ ഈ നിമിഷം യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവർ നൽകിടും. ദൈവത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവർ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ ഇന്നലെയൊക്കെ ഇന്നൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനെ റെക്കർ ചെയ്ത് വരുന്ന ഒരു സൗഖ്യമാണ് കൃപാസനത്തിലെ. റെക്കർ ചെയ്ത് വരുന്ന പല പ്രാവശ്യം ഒരു 11 സാക്ഷ്യമാണ് നമുക്കുള്ളത്. ചില 10 സാക്ഷ്യം, ഒരു മാസം 10 ദിവസമാണ് സാക്ഷ്യം പറയണത്. അപ്പോൾ അതിനകത്ത് കുറേ ഇങ്ങനെ റെക്കർ ചെയ്ത് വരുന്നത് അലർജി, വ്യത്യസ്തങ്ങളായ പഴക്കമായ അലർജി രോഗങ്ങൾ, പിന്നെ വേരിക്കോസ്, കുറേ സാക്ഷ്യം ഇന്നും ഉണ്ടായിരുന്നതാണ്, ഇന്നലെയും ഉണ്ടായിരുന്നു. പിന്നെ വാതരോഗങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പ്രെയർ ചെയ്യേണ്ടതാണ്. കാര്യം വാതരോഗം നമ്മുടെ വേരിക്കോസും അലർജി രോഗം പോലെ അത്രയും റെക്കോർഡ് ചെയ്യണില്ല. പക്ഷെ കുറേ പേര് ഇതുകൊണ്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അലർജി രോഗങ്ങൾ, വേരിക്കോസ് രോഗങ്ങൾ, പേശി രോഗങ്ങൾ, അസ്ഥിക്കുഴകൾ, അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും വരും. നിങ്ങൾ ഈ സ്വസ്തിക പോലെ ഹോൾ ബോഡി ദൈവത്തിന് സമർപ്പിക്കണം. ഉള്ളംകാലം മുതൽ ഉച്ചവരെ പ്രാർത്ഥിക്കുക. കർത്താവേ, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ആരാധനയുടെ ഈ ശക്തിയാൽ ഞങ്ങളെല്ലാവരും എടുത്തിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥനയുടെ കൃപയാൽ യേശുനാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നമ്മളിനി ഭൗതിക സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. രേഖകൾ ഉടമ്പടി വച്ചിരിക്കുന്ന ഒരു വിഷയമാണ് രേഖകൾ. രേഖകൾ മീൻസ് കുറേ രേഖകളുണ്ട്. എംബസി രേഖകൾ കിട്ടാതിരിക്കുന്നവരും, സർട്ടിഫിക്കറ്റ് വിറ്റിട്ട് അവിടെ എത്താതിരിക്കുന്നവരും, കോളേജിൽ നിന്ന് വിത്ത് ഹെൽഡായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടിരിക്കുന്നവരും, അതിന് വലിയ എമൗണ്ട് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടിരിക്കുന്നത്, വിസ, പാസ്പോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കിട്ടാരേഖകൾ, കളഞ്ഞുപോയ രേഖകൾ, ഭാഗ ഉടമ്പടി നടക്കാത്തത്, ചില പഞ്ചായത്ത് വീട് വെക്കാനൊക്കെ ഉള്ള NOC കിട്ടാതിരിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള എല്ലാ ഓഫീസ് മാറ്റേഴ്സും നമ്മൾ ഉടമ്പടി വെച്ചിട്ടുള്ളതാണ്. ആ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire from Christ, soak with the precious blood. Lord, infuse His Spirit. Lord, infuse His Spirit of power and grace. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വഴിയില്ലാത്തത്, വിവാഹം നടക്കാത്ത അവസ്ഥകൾ. അപ്പോൾ നിങ്ങളത് ഉടമ്പടി ചെയ്തിരിക്കുന്നവർ അപ്പം തന്നെ ഞാനിങ്ങനെ ഓരോ വിഷയം പറയുമ്പോൾ എൻ്റെ മക്കൾ നെഞ്ചി കൈവച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് ഉടനെ പറയണം. അത് നിങ്ങൾ മനസ്സിൽ പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ വിവാഹം താമസിച്ച് വെക്കുന്നത് പറയണത്, ഇപ്പോൾ ഇത് മനസ്സമ്മതം നടത്താനുള്ളത്, പക്ഷെ നടത്താൻ ഇങ്ങനെ ഡേറ്റ് താമസിച്ച് പോകുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വിസമ്മതിക്കുന്നവരുണ്ട്. അതിനിങ്ങനെ സ്റ്റബേണായിട്ട് അതിൻ്റെ കുറ്റം മുഴുവനും ഏതെങ്കിലും ഒരു പങ്കാളി ചാർത്തിയിട്ട് തലയൂരാൻ നോക്കുന്ന സ്റ്റബേണായിട്ടുള്ള പിടിവാശി സ്വഭാവങ്ങൾ കുടുംബത്തിൽ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കുക. ഇങ്ങനെ ഇപ്പം നമ്മൾ ചോറിൽ കല്ല് കടിക്കണ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ജീവിത പങ്കാളികളുടെ സ്വഭാവങ്ങൾ, ഒരു തരത്തിൽ നമുക്കൊരു സമാധാനം കിട്ടാത്ത ഒരവസ്ഥ, എന്ത് പറഞ്ഞാലും മനസ്സിലാവാതെ അതിൻ്റെ എല്ലാം മോശം മാത്രം കണ്ടിട്ട് ഭക്തിയുമില്ല, പ്രാർത്ഥനയുമില്ല, പ്രാർത്ഥിക്കാൻ തോന്നണമില്ല, പ്രാർത്ഥിപ്പിക്കത്തുമില്ല, ഇങ്ങനെ ഉണ്ട് വരണ്ട ആധ്യാത്മികത ഉണ്ടാക്കുന്ന കുടുംബ ഭീഷണികൾ, ഇതെല്ലാം സമർപ്പിക്കേണ്ട ആ മേഖലയെല്ലാം പരിശുദ്ധം ഈ സമയം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. എപ്പോഴും നമ്മുടെ ശത്രുത കാണിക്കുന്നവരെ, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി എപ്പോഴും തക്കം നോക്കിയിട്ട് അതിനുള്ള കച്ചകെട്ടി ഗ്രൂപ്പുണ്ടാക്കി ഇങ്ങനെ നമ്മളെ ആക്രമിക്കാൻ, അജ്ഞാതമായി ആക്രമിക്കാൻ നോക്കുന്നവരെ, നമ്മുടെ ഉയർച്ചയും വളർച്ചയും വട്ടം ചവിട്ടി നമ്മളെ സൈഡ് ലൈൻ ചെയ്യാൻ നോക്കുന്നവരെ, ഇങ്ങനെ എന്നിട്ട് നമ്മളെ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥകൾ, സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ മനസ്സ് മുഴുവൻ തളർന്ന് ഭാവിയിലേക്ക് നോക്കിയിട്ട് ഒരു സമാധാനമോ ഒരു ആത്മവിശ്വാസമോ ഇല്ലാത്തത്, നമ്മുടെ മക്കളുടെ ആവശ്യത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ കഴിവില്ലാത്തവരായി തീരുമ്പോൾ, മക്കൾ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കൊച്ചാക്കി കാണുന്ന പോലെ തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ, ഇങ്ങനെ മക്കളെ ജനിപ്പിക്കേണ്ടിയില്ലായിരുന്നു, വല്ലപാടും ഒറ്റക്ക് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന നിസ്സഹായ അവസ്ഥകൾ എല്ലാം കണ്ണീരോടെ കർത്താവിനെ ഏൽപ്പിക്കും. മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out the Spirit. Command you in the name of Jesus Christ to be healed. God,
അഭിഷേകമേ കാറ്റായി വീശണമേ ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിൻ്റെ പ്രൊഫഷൻ, അതിൻ്റെ മേൽഗതി, അതിലിപ്പോൾ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, ഇപ്പോൾ ചില പ്രൊഫഷനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഡൗണായി പോണത് അപ്ഗ്രഡേഷൻ വരുന്നത് കൊണ്ടാണ്. വേണ്ടല്ലോ, ഒരു മുറുക്കാങ്കടയുമായിട്ട് നീ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്നവൻ എല്ലാ സൗകര്യങ്ങളും കൂടി കൂൾ ഡ്രിങ്ക്സ് തുടങ്ങുമ്പോൾ തന്നെ നിൻ്റെ മുറുക്കാങ്കട ഡൗൺ ആകും. ഇതുപോലെ പ്രൊഫഷന് ത്രെട്ടണിങ് ആയിട്ട് വരുന്ന വികസനത്തിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റാതെ പിന്നിലായി പോകുന്ന അവസ്ഥ, ഇതൊക്കെ ദൈവതിരുസന്നിധിയിലെ പ്രധാന റെഫറൻസാണ്. ഹോസേയ വായിക്കുന്നില്ലേ, ഞാൻ പിന്നിലായിപ്പോയി, കലാപെറുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി, കർത്താവ് എന്നെ മുന്നിലാക്കിയെന്ന്. അപ്പോൾ അതിനൊക്കെ പോംവഴികളുണ്ട്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ജീവിതമാർഗങ്ങളെ തേടിപ്പിടിക്കുന്നതിൽ പിന്നിലായിപ്പോയി മക്കളെ ഈ ആരാധനയുടെ ശക്തിയാൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ അവരെ നിലനിർത്തി ഉയർത്തണമേ. അമ്മേ, വീഞ്ഞില്ലാത്തപ്പോഴേ അഭിമാനം രക്ഷിക്കാൻ ഈശോൻ്റെ അടുത്ത് ആവലാതിപ്പെട്ടതുപോലെ എല്ലാവർക്കും വേണ്ടി വേദനിക്കുന്ന നിസ്സഹായരായ എല്ലാ തരത്തിലും വിഷമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോഴേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. 2 കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, അച്ഛൻ ഏതെങ്കിലും വിഷയം നിങ്ങളുടേത് റെഫറൻസ് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധമ്മ വഴി അത് ഈശോയ്ക്ക് ഏൽപ്പിക്കണം. 2, ഡേറ്റ് ഓർക്കണം. വിവാഹത്തിൻ്റെ ഡേറ്റ് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതിനുള്ള ആധ്യാത്മികമായ കൃപ എൻ്റെ മക്കൾക്കുണ്ട്. നിങ്ങൾ ഡേറ്റ് എടുക്കുക. ഇന്നൊരു സാക്ഷ്യം കേട്ടത്, എല്ലാ ദിവസവും കേൾക്കും ഈ സാക്ഷ്യം. അമ്മയമ്മയും മരുമകളും കൂടി 2 സ്ഥലത്തിരുന്നുകൊണ്ട് ഒരേ ഡേറ്റ് ഇട്ട് നവംബർ 19. അമ്മ അത് ഹോണർ ചെയ്ത് ആ നവംബർ 19 തന്നെ അവൾക്ക് ജോലിക്ക് മെമ്മോ വന്ന്. അമ്മ വളരെ ശ്രദ്ധയുള്ള ആളാണ്. ഡേറ്റും സമയമൊക്കെ കൃപാസനത്തിൽ അമ്മയുടേതാണ്. സമയമായില്ല എന്ന് പറയുമ്പോൾ സമയമാക്കാനാണ് അവൻ പറയണ പോലെ ചെയ്ത് അമ്മ പോകുംവഴി നമുക്ക് തന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പം ഡേറ്റ് ഇടുക. നിങ്ങൾ ഇതുവരെക്കും നടക്കാത്ത കാര്യമാണെങ്കിലും നിങ്ങൾ ഡേറ്റ് ഇടുക, മനസ്സിൽ ഡേറ്റ് ഇടുക. നേരത്തെ ഇട്ട ഡേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അതെന്നെ ഇടാം അല്ലെങ്കിൽ മാറ്റിയിടാം. ഏതായാലും ഡേറ്റ് അമ്മക്ക് പരിശുദ്ധ അമ്മ വഴി പറയണം, ഈ ഡേറ്റ് ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കണം പരിശുദ്ധ അമ്മ വഴി.